മോർണിംഗ്, അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, ഓണം എക്സാമിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പോവാണ്. എന്നാലും കുറെ പേർക്ക് ടെൻഷൻ ഉണ്ടാവും, എക്സാം എങ്ങനെയായിരിക്കും, ടഫ് ആയിരിക്കുമോ, എനിക്ക് എഴുതാൻ പറ്റുമോ, എല്ലാ ക്വസ്റ്റ്യനിലും എനിക്ക് എഴുതിയ മാർക്ക് കിട്ടുമോ, എത്ര മാർക്ക് കിട്ടും, അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ച് ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ അല്ലേ. അപ്പൊ മക്കളെ, ആരും ടെൻഷൻ അടിക്കേണ്ട. എക്സാമിന് ഷുവർ ആയിട്ടും 100% ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ഇത് പഠിച്ചിരുന്ന മക്കളെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 10 മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നേടാൻ വേണ്ടി പറ്റും. നോക്കിയാലോ അത് ഏതാണ് ക്വസ്റ്റ്യൻ, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. മകളെ, അത് വേറെ എവിടുന്നുമല്ല, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്, കോണുകൾ, ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലേ. ആ ഒരു ചാപ്റ്ററില് നമുക്ക് അറിയുന്ന ഒരു ഭാഗമാണ് സർക്കിൾസ്, വൃത്തങ്ങളുടെ ഭാഗം. ഈ വൃത്തങ്ങളുടെ ഭാഗത്തിൽ എന്താ പഠിപ്പിച്ചിരിക്കുന്നേ, ഒരു വൃത്തം എന്ന് പറയുന്നതിന്റെ സെൻട്രൽ ആംഗിൾ അല്ലെ, നടുവിലെ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 360 ഡിഗ്രിയാണ്. ഇതറിയാതെ ആരും തന്നെ പോവരുത്. ഒരു വൃത്തത്തിന്റെ നടുവിലെ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. ഇതറിയാതെ ഒരാൾ പോലും എക്സാമിനേഷൻ ഹാളിലേക്ക് പോവാൻ പാടില്ല. റെഡി? അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞു വെച്ചു അല്ലെ. ഇനി മിസ്സിന് പറയാനുള്ളത്, ഈ സർക്കിളിനെ മിസ് എന്ത് ചെയ്യാണ്, 4 കഷ്ണമാക്കി മുറിക്കുവാണ്. 4 ഈക്വൽ കഷ്ണങ്ങളാക്കി മുറിച്ചു. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇവിടത്തെ ആംഗിൾ എത്രയാന്നുള്ള ചോദ്യം വരും. ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, വേറെ ഒന്നുമല്ല, 360നെ 4 മുറിച്ചാൽ മതി. 4 സർക്കിളിനെ മുറിച്ചപ്പോ 360നെ 4 കൊണ്ട് മുറിച്ചു. അപ്പൊ എത്ര വരും, നമുക്കറിയാം 90 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. പ്രശ്നമില്ലല്ലോ. ഇനി ഈ സർക്കിളിനെ മിസ് വേറെ ആയിട്ട് കട്ട് ചെയ്യുവാണ്. ഇതാ, ഇതിപ്പോ 4 മുറിച്ചേ. ഇതിന് മിസ് ഇതിനെ മിസ് 8 കഷ്ണങ്ങളാക്കി മുറിച്ചു. 8 കഷ്ണങ്ങളാക്കി മുറിച്ചാൽ ഒരു ആംഗിൾ എത്ര വരുമെന്ന് ചോദ്യം ചോദിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 360നെ നമ്മൾ എന്ത് ചെയ്തു, 8 ആക്കി മുറിച്ചു. 360നെ 8 കഷ്ണങ്ങളാക്കി മുറിച്ചു. അപ്പൊ ആംഗിൾ എത്ര വരും, വേറെ ഒന്നുമല്ല, 45 ഡിഗ്രി. ഇത് എത്രയാണ്, 45 ഡിഗ്രി. സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇതിൽ നിന്ന് ചോദിക്കാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, ഇതിൽ നിന്ന് ചോദിക്കും, ഉറപ്പാണ് മക്കളെ, ചോദിച്ചിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് വേറെ ചോദ്യം ചോദിക്കും. എന്താണ്, ഇതിലെ 2 പാർട്ട് ഷെയ്ഡ് ചെയ്തു, ഇതിലെ 2 കഷ്ണം എടുത്തു, ഷെയ്ഡഡ് പാർട്ട് എത്രയാണ്, എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു എന്ന് ചോദിക്കും. എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തടാ, എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു, 2 ഭാഗമേ ഷെയ്ഡ് ചെയ്തുള്ളൂ അല്ലേ. 2 ഭാഗമല്ലേ ഷെയ്ഡ് ചെയ്തുള്ളൂ. ആകെ മൊത്തം എത്ര കഷ്ണങ്ങളുണ്ട്, ആകെ 8 കഷ്ണങ്ങളുണ്ട് അല്ലേ. ആകെയുള്ള 8 കഷ്ണങ്ങളിൽ 2 കഷ്ണേ ഷെയ്ഡ് ചെയ്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 2/8 എന്ന് എഴുതാലോ. 2/8 എന്ന് എഴുതാലോ. ഇനി ഒന്ന് ശ്രദ്ധിക്കണേ, 2/8 എന്ന് പറഞ്ഞാൽ 2/4 ഗുണിക്കണം 2 അല്ലേ. ഈ രണ്ടും പോയി, ബാക്കി 1/4. 1/4 ഇങ്ങനെയും എഴുതാം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു ഭാഗം വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എക്സാമിന് ഉറപ്പിച്ചോ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും. റെഡി? അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോവാണ് മക്കളെ. ഇനി ഒരു സർക്കിളിനെ 8 കഷ്ണങ്ങളാക്കി, പോട്ടെ 4 കഷ്ണങ്ങളാക്കി ഈക്വൽ ആയിട്ട് മുറിക്കാൻ പറയും. ഒരു സർക്കിളിനെ 4 ഈക്വൽ കഷ്ണങ്ങളാക്കി നിങ്ങളോട് മുറിക്കാൻ പറയും. ഡ്രോ എ സർക്കിൾ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻടു 4 ഈക്വൽ പാർട്സ്. ഒരു വൃത്തം വരയ്ക്കുക, 4 ഭാഗങ്ങളാക്കി മുറിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, 360നെ 4 കൊണ്ട് ഹരിക്കുക. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരു വൃത്തം വരച്ച് 4 ഭാഗമാക്കാൻ പറഞ്ഞാൽ എന്റെ മക്കൾ ചെയ്യേണ്ടത് 360നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും, 90 എന്ന് കിട്ടും. കിട്ടത്തില്ലേ, 90 എന്ന് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വൃത്തം വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പസിൽ ഇഷ്ടമുള്ള ദൂരം അളന്നിട്ട് ഒരു വൃത്തം വരയ്ക്കുക. ഇതേപോലെ ഒരു വൃത്തം വരയ്ക്കുക. എന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, നമ്മളുടെ ടൂൾസ് എവിടെ, നമ്മളുടെ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ സെന്ററിൽ വെക്കുക. കണ്ടോ മിസ്, സെന്ററിൽ വെച്ചു.
സെന്ററിൽ വെച്ചിട്ട് എന്ത് ചെയ്യാ 90 ഡിഗ്രി മാർക്ക് ചെയ്താ. ഇവിടെയാണ് 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാ, അങ്ങോട്ടൊരു ലൈൻ വരയ്ക്കും. റെഡി? അപ്പൊ നമ്മൾ ആദ്യത്തെ 90 ഡിഗ്രി മാർക്ക് ചെയ്തു, 90. രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? രണ്ടാമതും നമ്മൾ നമ്മളുടെ പ്രൊട്രാക്ടർ എടുക്കുക, ഇതിനെ ഒന്ന് തിരിച്ച് വെക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് ഇതേപോലെ ഈ സെന്ററിൽ വെക്കുക. തിരിക്കുമ്പോ ഒക്കെ ശ്രദ്ധിക്കണേ. ഇതേപോലെ കൃത്യം സെന്ററിൽ വെക്കുക. 90 ഡിഗ്രി മാർക്ക് ചെയ്താ, ഇവിടെ മാർക്ക് ചെയ്തു. റെഡി? ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു കോണളവ് കൂടി ഉണ്ട്. ഇതെടുക്കുക, നേരെ തിരിക്കുക, ഇതെടുത്ത് ഇവിടെ സെന്ററിൽ വെക്കുക. കറക്റ്റ് വെക്കണേ, തെറ്റിപ്പോരുത്. 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് 4 ഈക്വൽ കഷ്ണങ്ങളാക്കി മുറിക്കേണ്ടത്. സിമ്പിൾ അല്ലേ? ഇനി നിങ്ങളോട് 4 എന്നത് മാറ്റിയിട്ട് ഒരു വൃത്തം വരച്ച് 12 കഷ്ണങ്ങളാക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു വൃത്തം വരച്ച് 12 പാർട്സ് ആക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു വൃത്തം വരച്ച് അതിനെ 12 ഈക്വൽ കഷ്ണങ്ങളാക്കാൻ പറഞ്ഞ് ആദ്യം ചെയ്യേണ്ടത് 360 ഹരിക്കണം 12 ആണ്. 360 ഹരിക്കണം 12. ഇതാ 360 ഹരിക്കണം 12 എത്ര വരും? 360 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ നിങ്ങൾക്ക് 30 എന്ന ആൻസർ വരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രൊട്രാക്ടർ, സ്വന്തം പ്രൊട്രാക്ടർ എടുക്കുക, ഇവിടെ വെക്കുക. അതിനു മുമ്പ് സർക്കിൾ വരയ്ക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെന്റിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ആദ്യത്തെ വരയ്ക്കുക, 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ട് ചെയ്യണമെങ്കിൽ 30 മാർക്ക് ചെയ്യുക, 60 മാർക്ക് ചെയ്യുക, 90 മാർക്ക് ചെയ്യുക, 120, 150, 180 ഇത്രയും മാർക്ക് ചെയ്ത് വെക്കുക. എന്നതിന് ശേഷം നമ്മുടെ പ്രൊട്രാക്ടർ നേരെ തിരിച്ച് താഴെ വെക്കുക. തിരിച്ച് ഇതേപോലെ വെച്ച് പിന്നെ എന്ത് ചെയ്താ 30, 60, 90, 120, 150 ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് തമ്മിൽ കൂട്ടി വരച്ചാൽ മതി. റെഡി? ഇങ്ങനെ നമ്മൾ ഈക്വൽ ആയിട്ട് മുറിക്കും. മറന്നു പോവോ? തെറ്റിക്കത്തില്ലല്ലോ. ഇനി എക്സാമിന് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാതാ? ഇതേപോലെയാ ക്വസ്റ്റ്യൻ വരിക. ഇത് എക്സാമിന് വന്ന ഒരു ചോദ്യമാണേ. വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? മുഴുവൻ വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ഉള്ളത്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട. ഇവിടത്തെ കോണളവ് എത്രയാ? 40 അല്ലേ? ഒന്നും നോക്കണ്ട മക്കളെ, ഇങ്ങനെ എഴുതിയാ മതി. 40/360. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 40. 40/360 ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 0 വെട്ടിക്കളയാം. 4/36 4 × 9 എന്ന് എഴുതാം. 1/9 എന്ന് എഴുതാം. 1/9 എന്ന് എഴുതാം. ഓക്കെ, കാണുന്നില്ല അല്ലെ? ഒന്നുകൂടെ പറയാം. ഇവിടെ നോക്കുക, നമ്മളോട് ചോദിച്ചത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പാർട്ട്, വാട്ട് പാർട്ട്, ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണ് അല്ലെ? എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തതെന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ കോണളവ് എത്രയാ നോക്കുക. എത്രയാ കോണളവ്? 40 അല്ലെ? കോണളവ് എത്രയാണ്? 40 ഹരിക്കണം 360. കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞോടാ. സിമ്പിൾ ആണ്. ഇനി എന്താ ചെയ്യണം? 4/36 4 × 9 എന്ന് എഴുതാം അല്ലെ? ഈ 4 പോയി. ആൻസർ 1/9. ഒന്നാമത്തെ ഉത്തരം 1/9. രണ്ടാമത്തത് വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ സർക്കിൾ ഈസ് അൺഷെയ്ഡഡ്? അതായത് ഇതിന്റെ പാർട്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. മുഴുവൻ സർക്കിളിന്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ഇല്ലാത്തത്? ഷെയ്ഡ് ഇല്ലാത്തത് എത്ര ഭാഗമാണ്? എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ 1/9 അല്ലേ? ആൻസർ പറയുന്നത് ഇത് 40 അല്ലേ? അത്രയും ഭാഗം 40 അല്ലേ? ഇത് മുഴുവൻ 360, ഇത് 40. അപ്പൊ എന്ത് വരും? 360 - 40 എത്രയാ? 320. ശരിയല്ലേ? 360 - 20 എത്രയാണ്? 40 എത്രയാണ്? 320. അതിന് ഭിന്നസംഖ്യ ആക്കി എഴുതിയാൽ മതി. എന്താണ്? 320 ഹരിക്കണം
360. ഇതാണ് അതിന്റെ ആൻസർ. 320 ഹരിക്കണം 360. കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ 0 0 കട്ട് ചെയ്യാം. പിന്നെയോ 32 നമുക്ക് 4 × 8 എന്ന് എഴുതാം. 36 4 × 9 എന്ന് എഴുതാം. 4 4 പോയി. ആൻസർ 8/9. ആൻസർ 8/9. കഴിഞ്ഞു. ഇനി ഇതിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്. ഡ്രോ എ സർക്കിൾ ആൻഡ് ഷെയ്ഡ് 5/12 പാർട്ട്. ഒരു വൃത്തം വരച്ച് 5/12 ഷെയ്ഡ് ചെയ്യുക. എന്റെ മക്കള് സുഖമായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. അതിൽ 5 കഷ്ണം ഷെയ്ഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ഇതില് 5 കഷ്ണം 1 2 3 4 5 ഇത്രയും ഭാഗം ഷെയ്ഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ഭാഗം മക്കളെ മറക്കാതെ പഠിച്ച് നോക്കിയിട്ട് പോവാ. ഉറപ്പായും ക്വസ്റ്റ്യൻ വരും. ഈസി ആയിട്ട് നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതാം. നാളെ ദിവസം